അപ്പൊ നമ്മുടെ ടാസ്കിന് വേണ്ടി എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനു ഈ സമയത്ത് സൺസ്ക്രീൻ ആണോ ഇടേണ്ടതെന്ന്. അപ്പൊ അനുമോള് തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ചേട്ടന് തന്നത് എവിടെയെന്ന്. അപ്പൊ അനീഷ് തിരിച്ചും പറയുന്നുണ്ട്, അത് ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനു. അതിനോടൊപ്പം തന്നെ ഈ ഷാനവാസിക്കൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസൊക്കെ ആ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികളല്ലേ, ഷാനവാസിക്കൊക്കെ മേക്കപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണല്ലോ, അയാൾ എന്തായാലും സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതല്ലേ. പക്ഷെ അനീഷേട്ടന്റെ കാര്യം അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനു തിരച്ചിൽ അവസാനിപ്പിച്ച് ആ സൺസ്ക്രീൻ അങ്ങ് അനീഷേട്ടന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷിനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ചേട്ടാ രണ്ട് കയ്യിലും പിടിച്ച് തേക്കൂ എന്ന്. അങ്ങനെ അനീഷ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അനു പറയുന്നുണ്ട്, നോക്കട്ടെ എന്ന്. അങ്ങനെയല്ല ചേട്ടാ, ഞാൻ ഇട്ടുതരാം എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ അനീഷിന് അങ്ങനെ ആരും ദേഹത്ത് തൊടുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. ഇത് അനു ആയതുകൊണ്ടും ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ടുമാണ് അദ്ദേഹം അനങ്ങാതെ നിന്നു കൊടുത്തത്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇവരിത് പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാനവാസും എത്തിയത്. അനുമോളെ എവിടെ സൺസ്ക്രീൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുമോള് ആ ക്രീം എടുക്കാൻ വേണ്ടിയിട്ടും പോകുന്നുണ്ട്. ഷാനവാസ് അനീഷിന്റെ അടുത്ത് ആ സമയത്ത് തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, അല്ല ആരായി കിടക്കുന്നതെന്ന്, ഞാൻ ഇതുവരെയായിട്ടും ഇവിടെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്നും നമ്മുടെ ഷാനവാസ് അനീഷിന്റെ അടുത്ത് വളരെ തമാശയോടെ തന്നെ പറഞ്ഞു. കൗണ്ടറാണോ മനസ്സിലായതേ ഇല്ല എന്ന് നമ്മുടെ അനീഷ് തിരിച്ചും പറഞ്ഞു. എന്തായാലും നമ്മുടെ അനീഷ് ഇപ്പോൾ അനുവുമായിട്ട് നല്ല കൂട്ടിലൊക്കെ തന്നെയായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് അനുവും അതുപോലെ തന്നെ അനീഷും തമ്മിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.